ഏട്ടൻ നിന്ന് എന്നെ കൊല്ലും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? തൽക്കാലം രക്ഷപ്പെടാം. എവിടേക്ക് രക്ഷപ്പെടണേ? നിൽക്കവിടെ. അയ്യോ ഏട്ടാ, സോറി, അറിയാണ്ട് പറ്റിയതാ. അറിയാണ്ട് പറ്റിയതാ അല്ലേ? വിശ്വസിച്ചു. അതെ ഏട്ടാ, സത്യമായിട്ടും അറിയാണ്ട് പറ്റിപ്പോയതാ. നല്ല വേദനയുണ്ട്, വിട് ഏട്ടാ. ഏട്ടാ വേണ്ട, വിട്. കല്ലു, മീനൂട്ടിയെ മഹേട്ടൻ നല്ല ചീത്ത പറയുന്നുണ്ട്. പാവം മീനൂട്ടി, നമുക്കും പോയാലോ അവിടേക്ക്? മണ്ടത്തരം പറയില്ലേ കേശു, നമുക്കും കിട്ടും ഏട്ടന്റെ കയ്യിൽ നിന്ന് നല്ല അടി. അയ്യോ, എനിക്ക് വേണ്ട. വന്ന് കേറിയില്ല, അതിനു മുന്നേ തുടങ്ങിയോ മീനു നീ? മതി ഏട്ടാ, അറിയാണ്ട് പറ്റിപ്പോയതല്ലേ. അതെ ഏട്ടാ, മനഃപൂർവ്വമല്ലല്ലോ. നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് കളിക്കണമെങ്കിൽ വെളിയിൽ പോയി കളിക്കണമെന്ന്. എന്തൊക്കെ സാധനങ്ങൾ എവിടെയുള്ളത്? ദാ ഈ ചില്ല് കാലിൽ കൊണ്ടിരുന്നെങ്കിലോ? എന്താ മീനു നിനക്ക് ഇത്ര ശ്രദ്ധയില്ലാത്തേ? സാരമില്ല ഏട്ടാ, അറിയാണ്ട് പറ്റിയതല്ലേ. ഈ തവണത്തേക്കൊന്ന് ക്ഷമിക്കുക. അതെ അതെ, ക്ഷമിക്കേട്ടാ. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, സത്യമായിട്ടും. അല്ല മീനുട്ടി, കേശുവും കല്ലും എവിടെ? അത് ശ്രീയേട്ടാ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ല. ആ, എങ്ങനെ കാണാണ്ടിരിക്കും? നീ ഇത് പൊട്ടിച്ചപ്പോൾ തന്നെ അവര് സ്ഥലം വിട്ടിട്ടുണ്ടാവും. അവരിവിടെ തന്നെ ഉണ്ടാവും ഏട്ടാ. കല്ലു, കേശു, നിങ്ങൾ എവിടെയാ? അയ്യോ കേശു, മഹിയേട്ടൻ നമ്മളെയല്ലേ വിളിക്കുന്നേ? അതെ കല്ലു, ഉറപ്പായിട്ടും നമ്മളെ അടിക്കാനായിരിക്കും. എനിക്ക് പേടിയാ. നീ പോയിക്കോ കല്ലു, ഞാൻ വരണില്ല. ഞാനും പോവില്ല, എനിക്കും അടി കിട്ടും. ഇതെവിടെ പോയി? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഏട്ടാ, അവര് പേടിച്ച് എവിടെയെങ്കിലും നിപ്പുണ്ടാവും. കല്ലു, കേശു, നിങ്ങൾ എവിടെയാ? കല്ലു, ദാ ശ്രീയേട്ടൻ വിളിക്കുന്നു. കേശു, വാ നമുക്ക് പോവാം. ശ്രീയേട്ടനല്ലേ വിളിക്കുന്നത്, ശ്രീയേട്ടൻ ഒന്നും ചെയ്യില്ല. അയ്യോ ശ്രീയേട്ടാ, ഞങ്ങളെ ഒന്നും ചെയ്യില്ലേ. ഈ മീനൂട്ടി പറഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടെ കളിച്ചത്, അല്ലാണ്ട് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മഹിയേട്ടനോട് ഞങ്ങളെ ഒന്നും ചെയ്യില്ലെന്ന് പറയേട്ടാ. ചതിയന്മാരെ ഒറ്റിക്കൊടുക്കുന്നു. ശ്രീയേട്ടാ, തൊടിയിൽ പോയി കളിക്കാന്ന് ഞങ്ങൾ പറഞ്ഞതാ. മീനൂട്ടി പറയാ അവിടെ ഒന്നും പോവണ്ട, ഈ സമയത്ത് യക്ഷി കടവിൽ വരണതാ. അപ്പോ ആരെ മുന്നിൽ കണ്ടാലും യക്ഷി രാക്ഷസന് പിടിച്ചു കൊടുക്കുമെന്ന്. അങ്ങനെ പറഞ്ഞത് കൊണ്ടാ ഞങ്ങൾ തൊടിയിൽ പോവാണ്ട് ഇവിടെ തന്നെ കളിച്ചത്. ദുഷ്ടന്മാരെ, എന്റെ ഈശ്വര, പെട്ടല്ലോ. വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞതാ. മീനു, നിന്റെ രണ്ട് ചെവിയും ഒന്ന് സൂക്ഷിക്കണത് നല്ലതാ. ഇവര് പറഞ്ഞതൊക്കെ സത്യമാണോ മീനു? അല്ലേട്ടാ. അതെ ഏട്ടാ, സത്യ. പിന്നെ മീനു പറയാ, മീനു എന്ത് പറഞ്ഞാലും അനുസരിച്ച് ആവശ്യമുള്ളതൊക്കെ മയ്യേട്ടനെ കൊണ്ട് വാങ്ങി തരാന്ന്. അതുകൊണ്ടാ ഞങ്ങൾ ഇവിടെ കളിച്ചത്. ഓഹോ, അങ്ങനെയോ? ഈശ്വര, ഞാൻ പെട്ടു. അതേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ, വെറുതെ തമാശയ്ക്ക്. ഇതാണോ മീനു തമാശ? കുട്ടികളോടാണോ ഇങ്ങനെ പറയേണ്ടത്? അവരെത്രമാത്രം പേടിച്ചിട്ടുണ്ടാവും. സോറി ഏട്ടാ, ഞാൻ ഇനി അങ്ങനൊന്നും പറയില്ല. മതിയാക്കേട്ടാ, കുറെ നേരം ആയില്ലേ ഇങ്ങനെ ശകാരിക്കണത്? പാവ എൻ്റെ കുട്ടി ഇപ്പൊ തന്നെ പേടിച്ച് നിൽക്കുക. എല്ലാരും പറയണത് വെറുതെ അല്ല. നീയാ ഹരി ഇവളെ എങ്ങനെ വഷളാക്കണത്? എന്തെങ്കിലും വികൃതി കാണിച്ച അപ്പ കൂടെ ഉണ്ടാവും വക്കാലത്തായിട്ട്. ഞാനൊന്നും പറയണില്ലേ? അല്ല, നിങ്ങളെന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? വിളിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം. ഒരു സർപ്രൈസ് തരാനല്ലേ നേരത്തെ പറയുന്നത്. ഇനി ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിച്ചു പോണില്ലേട്ടാ. അതെന്താ? ഞങ്ങൾക്ക് ഇവിടെ ഒത്തിരി ഇഷ്ടമായി, ഇവിടെ നിന്ന് പോവാനേ തോന്നില്ല. എന്ത് രസാ ഇവിടെ. അതേ ശ്രീയേട്ടാ, ഇവിടെ വലിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഏട്ടന്മാരോടൊപ്പം ഞങ്ങൾ ഇവിടെ നിന്നോളാം.
നല്ല കാര്യമായി. അപ്പോൾ ആര് സ്കൂളിൽ പോവും? വെക്കേഷനൊക്കെ കഴിയുമ്പോൾ സ്കൂളിൽ പോകണ്ടേ? വേണ്ട, ഞങ്ങൾ ഇവിടെ സ്കൂളിൽ പോയിക്കോളാം. പക്ഷേ ഏട്ടാ, ഞങ്ങൾക്കിവിടെ ആരും കൂട്ടില്ലല്ലോ. അതിനെന്താ, ഞാനുണ്ടല്ലോ. വേണ്ട, മീനൂട്ടി ചെയ്ത മീനൂട്ടിയോടൊപ്പം കൂട്ടുകൂടിയാലേ എപ്പോഴും അടി കിട്ടും. അത് സത്യം. ദുഷ്ടന്മാര്, ഇനി എൻ്റെ അടുത്തേക്ക് വാ കൂട്ടുകൂടാൻ. അതെ, നിങ്ങൾക്ക് ഇവിടെ കൂട്ടുകാരില്ലെന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഒരാളുണ്ട്. അതാരാ ശ്രീയേട്ടാ? അതൊക്കെയുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് പറ്റിയ ഒരാളുണ്ട്. ആളെ നേരിൽ കാണുമ്പോൾ ഒക്കെ മനസ്സിലാവും. ആ, ഇനി ഇവിടെ നിൽക്കാനാണോ പ്ലാൻ? ദാ താഴെ എല്ലാവരും കാത്തിരിപ്പുണ്ട്. ആ മീനൂട്ടി, നീ ഇവിടെ അധികം ചുറ്റിക്കറങ്ങണ്ട. താഴേക്ക് വാ, അല്ലെങ്കിൽ പലതും ഇവിടെ വീണുടയും. ഓ, ഞാനൊന്നും ചെയ്യണില്ല, ഞാൻ താഴേക്ക് പോവാ. ജഗ, എന്താ നിന്റെ തീരുമാനം? ഹരിക്കുട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതല്ലേ? അല്ലമ്മേ, അത് എന്താ ജഗ, എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? എന്താ ഭാനു, ഈ ബന്ധം വേണ്ടാന്ന് തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല അമ്മേ. ഹരിക്കുട്ടൻ ജാനിമോളുടെ കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുതൽ ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല. പിന്നെ ആ കുട്ടിയുടെ സമ്മതം കൂടി ആയപ്പോൾ ഞങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. 100 വട്ടം സമ്മത. ജാനി, അവൾ ഞങ്ങളുടെ കൂടെ കുട്ടിയല്ലേ. പിന്നെ എന്താ നിങ്ങളുടെയൊക്കെ മുഖത്തൊരു തെളിച്ചില്ലാത്തേ? അല്ലമ്മേ, മഹി നിൽക്കുമ്പോൾ ഹരിയുടെ കാര്യങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നാ ഏട്ടൻ പറയണത്. അതിനെന്താ വിഷയം? മഹിക്ക് മുമ്പും വിവാഹാലോചനകൾ വന്നിട്ടുള്ളതല്ലേ. അങ്ങനെ ഏതെങ്കിലും ആലോചനകൾ നോക്കിയാൽ മതിയല്ലോ. അതാകുമ്പോൾ രണ്ടുപേരുടെയും വിവാഹം ഒരേ ദിവസം നടത്താലോ. അമ്മേ, അത് തന്നെയാ വലിയ പ്രശ്നം. മുമ്പ് വന്ന ആലോചനകൾ ഒന്നും മഹിക്ക് പിടിച്ചിരുന്നില്ല. എന്തെങ്കിലും ആലോചനകൾ വന്നാൽ കുറെ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞൊഴിഞ്ഞു മാറും. എനിക്ക് മനസ്സിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ആരുമില്ല എന്ന് പറയും. അമ്മേ, ഒരു വട്ടം കൂടി അമ്മ മഹിയോട് ചോദിച്ചു നോക്ക്. അമ്മ ചോദിച്ചാൽ അവൻ ഒഴിഞ്ഞു മാറില്ല. അതെ അമ്മേ, മഹിക്ക് ചിലപ്പോൾ ഈ സിറ്റിയിലുള്ള പെൺകുട്ടികളെ ആയിരിക്കും ബോധിക്കാത്തത്. അവരിവിടെ വന്നിട്ട് കുറച്ച് നാളായില്ലേ. അപ്പോൾ ഈ നാട്ടിലുള്ള ഏതെങ്കിലും കുട്ടികളുടെ ആലോചന നോക്കാം. മായ പറഞ്ഞതുപോലെ അമ്മ ഒന്നുകൂടി ചോദിച്ചു നോക്ക്. മഹി എവിടെ? മുകളിലുണ്ട്, ഞാൻ വിളിച്ചിട്ട് വരാം. മോനെ ഹരിക്കുട്ട. എന്താ ഇളയമ്മേ? മോനെ, മഹി എവിടെ? ഏട്ടൻ ബാൽക്കണിയിലുണ്ട്. എന്താ ഇളയമ്മേ? നിങ്ങളെ താഴെ അമ്മ അന്വേഷിക്കുന്നുണ്ട്. ഒരു കാര്യം സംസാരിക്കാനാ. അതാ. എന്ത് കാര്യം അമ്മേ? എന്തിനെ പറ്റിയാ സംസാരിക്കുന്നേ? അത് നീ അറിയേണ്ട കാര്യമില്ല. അറിയാൻ പ്രായമാകുമ്പോൾ പറയാട്ടോ. അല്ല, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ മീനു? ഇവിടെ വന്നിട്ടും പഠിക്കാന്നുള്ള ഒറ്റ ഉറപ്പിലാ നീ ഒപ്പം പോകുന്നത്. ചെല്ലുമ്പോൾ ടെസ്റ്റ് ഉള്ളതാ. പോയിരുന്ന് പഠിക്കു പെണ്ണേ. ഓ, ഈ അമ്മ ഒന്ന് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഏത് നേരവും പഠിത്തം. അതെ, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല കേട്ടോ. എനിക്കും കൂടി കേൾക്കാൻ പറ്റുന്ന കാര്യം ഇവിടെ പറഞ്ഞാൽ മതി. ആ ഏട്ടാ, നമുക്ക് പോവാം. ഓ, ഈ പെണ്ണ്.
മഹി, ആ ആ എന്താ അമ്മേ? നീ തിരക്കിലായിരുന്നോ? ഏയ് അല്ലമ്മേ, എന്താ? അത് മുത്തശ്ശി താഴെ അന്വേഷിക്കുന്നുണ്ട്. നീയും താഴേക്ക് വാ. ഇതാ വരുന്നു. മുത്തശ്ശി, എന്താ നിങ്ങൾ പറയണേ? അമ്മ പറഞ്ഞല്ലോ ഏട്ടന്മാരെ മുത്തശ്ശി തിരക്കണുണ്ടെന്ന്. എന്താ മുത്തശ്ശി? പറയാം, മഹിയും കൂടി വരട്ടെ. എന്താ മുത്തശ്ശി? എന്തിനാ മുത്തശ്ശി വിളിപ്പിച്ചേ? അത് മോനെ, നിങ്ങളോടൊരു കാര്യം പറയാനാ വിളിപ്പിച്ചേ. എന്താ മുത്തശ്ശി? അത് ഹരിക്കുട്ട, മുത്തശ്ശിക്ക് ആദ്യം മോനോടാ ചോദിക്കാനുള്ളത്. മോനെ, ജാനി മോളെ പറ്റിയാ, നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചാ. പിന്നീട് ഒരിക്കലും നടത്താമെന്ന് പറഞ്ഞാൽ ഒരുപാട് വൈകും. പിന്നെ നിങ്ങൾ പഠിക്കണ കുട്ടികളല്ലല്ലോ. ഓ മുത്തശ്ശി. എന്താ കുട്ടി? അല്ല മുത്തശ്ശി, ഇത്രയും പെട്ടെന്നോ? എന്തിനാ ഇത്രയും ധൃതി? ജാനിയോട് കൂടി ഒന്ന് ചോദിക്കാതെ? അയാൾക്കെല്ലാറ്റിനും ഒരു സാവകാശം വേണ്ടേ? എല്ലാത്തിനോടും ഒന്ന് പൊരുത്തപ്പെട്ടിട്ട് അതിനുശേഷം പോരെ? ഏയ്, ഒന്നും ഇടിപിടിയെന്ന് ചെയ്യില്ല. എല്ലാത്തിനും അതിൻ്റേതായ സമയത്തിനേ ചെയ്യുള്ളൂ. ഈശ്വരൻ നിശ്ചയിക്കേണ്ട സമയത്ത് തന്നെ എല്ലാം ഭംഗിയായി നടക്കട്ടെ. അതാ ഞാനും ആഗ്രഹിക്കണത്. ആദ്യം മാധവനോടും കൂടി എല്ലാം പറയണം. അതമ്മേ, ഞാനും ഏട്ടനും സേതുവും കൂടി ഉടനെ തന്നെ മാധവേട്ടനെ കാണാൻ പോവാം. അല്ല, എന്താ ഹരിക്കുട്ടൻ്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? എന്താ ഹരി, മോൻ എന്തെങ്കിലും പറയാനുണ്ടോ? അത് മുത്തശ്ശി, മഹിയേട്ടനൊരു ജീവിതം ഉണ്ടാവാതെ എനിക്കും വേണ്ട. മഹി, എന്താ മുത്തശ്ശി? കേട്ടില്ലേ ഹരി പറയണത്? കേട്ടു മുത്തശ്ശി. എങ്കിൽ പറ, എന്താ എൻ്റെ കുട്ടിയുടെ തീരുമാനം? യമുനയെല്ലാം എന്നോട് പറഞ്ഞു. ആരെങ്കിലും എൻ്റെ കുട്ടിയുടെ മനസ്സിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എൻ്റെ കുട്ടിയുടെ ആഗ്രഹം പോലെ ഈ മുത്തശ്ശി നടത്തിത്തരാം. ശ്രീയേട്ടാ, ഈ ഏട്ടൻ എന്താ ഒന്നും പറയാത്തേ? ഇനി അങ്ങനെ ആരും കാണില്ലേ? ഉണ്ടല്ലോ, അങ്ങനെ ഒരാളുണ്ട്. അതാരാ? ശ്രീയേട്ടനറിയോ അതാരാന്ന്? പിന്നെ അറിയാലോ. അതുകൊണ്ടല്ലേ ഏട്ടനൊരു ജീവിതം ഉണ്ടായിട്ട് മാത്രമേ എനിക്കൊരു ജീവിതം ഉണ്ടാവൂ എന്ന് പറഞ്ഞത്. ഹേ, ശരിക്കും? അല്ല, അതാരാ? അത് മഹിയേട്ടൻ തന്നെ പറയും. മഹി, മുത്തശ്ശി, എനിക്ക് കാവേരി ഇഷ്ടമാണ്. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അയാളോടൊപ്പം മാത്രമായിരിക്കും. കാവേരിയുടെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല. ഏയ് മഹി മോനെ, പോവല്ലേ. ഈ ചെക്കൻ്റെ ഒരു കാര്യം ഇതങ്ങ് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? എൻ്റെ കൃഷ്ണ, ഞാൻ എന്തായി കേൾക്കണേ? മഹിയേട്ടന് പ്രേമോ? ശ്രീയേട്ടാ, അങ്ങനെ മരുഭൂമിയിലും മഴ പെയ്തു തുടങ്ങി. അമ്മേ, ആ കുട്ടി ഏതാ? അമ്മ പറയാറുള്ള കാവേരിയാണോ? ജാനിമോളുടെ കൂടെയുള്ള ആ കുട്ടി? അതേ യമുനെ, നിനക്ക് തെറ്റിയിട്ടില്ല. ആ കുട്ടി തന്നെയാ. ഒരു പാവം കുട്ടിയാ, നല്ല സ്വഭാവ. മഹിക്ക് എന്തുകൊണ്ടും ചേരും. അപ്പോൾ എല്ലാത്തിനും ഒരു തീരുമാനമായി അല്ലേ അമ്മേ? ഇനി മാധവേട്ടനെ മാത്രമല്ല, കാവേരിയുടെ വീട്ടിലും പോകണം അല്ലേ? വൈകാതെ തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാം നടക്കട്ടെ. ഭാനു, താനിതെവിടേക്കാ? ഏട്ടാ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മനക്കിൽ പോകുന്ന കാര്യം? അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ സമ്മതിക്കുകയും ചെയ്തു. കൂടെ യമുനെ, മീനുട്ടി, മായയുണ്ട്. നല്ല കാര്യം. എങ്കിൽ നിങ്ങൾ പോയിട്ട് വാ. അല്ല, ഏട്ടൻ ഇതെവിടേക്കെങ്കിലും പോവാൻ നിൽക്കാണോ? അതെ, രാവിലെ അമ്പലക്കമ്മിറ്റിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു.
ഇളമ്പടിയിലെ തമ്പുരാക്കന്മാർ വന്നിട്ട് അവിടേക്കൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് പരാതി. അപ്പം ഞാനും വിഷ്ണു സേതും കൂടെ ഒന്ന് മുഖം കാണിച്ചിട്ട് വരാമെന്ന് കരുതുക. വരാൻ വൈകുമോ ഏട്ടാ? ഏയ് ഇല്ലടോ, ഉച്ചയ്ക്കൊരു അന്നദാനം ഉണ്ട്, അത് കഴിയുമ്പോൾ ഞങ്ങളിങ്ങ് വരും. അല്ല, ഹരിയും നിങ്ങളുടെ ഒപ്പം വരുന്നുണ്ടോ? ഏയ് ഇല്ലേട്ടാ, അവരോട് പറഞ്ഞിട്ടില്ല. വന്നിട്ട് പറയാം. അവൻ കണ്ടതല്ലേ എൻ്റെ കുട്ടിയെ, ഇനി ഞാനൊന്ന് കാണട്ടെ. അതെ എടോ ഭാനു, അവരുടെ വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലേക്ക് ഒരാളും കൂടി വരും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമ്മളൊരപ്പൂപ്പനും അമ്മൂമ്മയാകും. പക്ഷേ അപ്പോഴും എൻ്റെ ഭാനുവിൻ്റെ സൗന്ദര്യത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. എന്താ ഭാനു ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? അതെ, എൻ്റെ ഭർത്താവിനെ ഇത്രയും സന്തോഷത്തോടെ എൻ്റെ ഒപ്പം നിൽക്കുന്നതാ അതിൻ്റെ കാരണം. ആണോ ശരിക്കും? അതെ അപ്പൂപ്പ. ഏട്ടത്തി, ദാ വരുന്നു മായേ. ഏട്ടാ, ഞാൻ പോയിട്ട് വരാം. ശരി. അയ്യോ, മടുത്തു. എന്ത് നടത്തായത്? എനിക്ക് വയ്യ. നിന്നോട് പറഞ്ഞതല്ലേ മീനു, കുറച്ചധികം നടക്കാനുണ്ടെന്ന്. പറ്റില്ലെങ്കിൽ പോരണ്ടെന്ന് പറഞ്ഞതല്ലേ? അയ്യോ അമ്മ, ഇത്രയും നടക്കാനുണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഇനി അധികം നടക്കാനില്ല. ദാ വീടെത്തിയല്ലോ. ഏട്ടത്തിക്ക് ഈ വഴിയൊക്കെ അറിയോ? മുമ്പ് സാവിത്രിയും ബാലേട്ടനും ഉണ്ടായിരുന്നപ്പോൾ വന്നിട്ടുണ്ട്. അതിനുശേഷം ഏട്ടത്തി ഇവിടേക്ക് വന്നിട്ടില്ലേ? ഇല്ല, അവസാനം ഇവിടേക്ക് വന്നത് സാവിത്രിയുടെയും ബാലേട്ടൻ്റെയും മരണവാർത്ത അറിഞ്ഞിട്ടാ. അവസാനമായിട്ട് അന്നാ ഞാൻ ജാനിമോളെ കാണുന്നത്. പിന്നെ കാണാനും അന്വേഷിക്കാനും ഒന്നും കഴിഞ്ഞില്ല. അല്ല വല്യമ്മേ, ഈ ഏട്ടത്തിയെ ചെറുപ്പത്തിലല്ലേ വല്യമ്മ കണ്ടിട്ടുള്ളൂ. ഏട്ടത്തി ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ വല്യമ്മയ്ക്ക് മനസ്സിലാവോ ഇപ്പം ഏട്ടത്തിയെ കണ്ട? ജാനിമോൾ എത്ര വളർന്നാലും ആ മുഖം എൻ്റെ മനസ്സിൽ എന്നും മായാതെ കിടപ്പുണ്ട്. ഉണ്ണിക്കുട്ട, ഞങ്ങൾ കുറച്ച് അകലേന്ന് വരിക. എന്റെ പേരെങ്ങനെ അറിയാം? അതിപ്പോ ആർക്കാ അറിയാത്തത്? ഉണ്ണിക്കുട്ടനെ കുറിച്ച് ഈ നാട്ടിലെ കുഞ്ഞി പൈക്കൾക്ക് പോലും അറിയില്ലേ? അല്ല, ഉണ്ണിക്കുട്ടൻ പഠിക്കായിരുന്നോ? അതെ. ഇന്ന് സ്കൂളില്ലതല്ലേ, എന്താ കുട്ടൻ പോവാഞ്ഞേ? ഇല്ല, ഞാൻ സ്കൂളിൽ പോവാറില്ല. ഇവിടെ ഇരുന്നാ പഠിക്കണേ. എന്നെ ഇച്ച് സ്കൂളിൽ വിടാറില്ല. അതെന്താ? അത് എല്ലാ കുട്ടികളും പോലെ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. എന്റെ കാല് വയ്യല്ലോ. കാല് വയ്യാതെ സ്കൂളിൽ പോയാ ഞാൻ വീടില്ലേ? യമുനെ, ഞാൻ അറിയാതെ. അല്ല, ഇപ്പോൾ സ്കൂളിൽ പോയി പഠിക്കുന്നതിലും നല്ലത് വീട്ടിലിരുന്ന് പഠിക്കുന്നതല്ലേ? അതാകുമ്പോൾ ഭക്ഷണം കഴിക്കാനും ഇന്റർവെല്ലിനും ആരും ബെല്ലടിക്കണത് നോക്കി നിൽക്കണ്ടല്ലോ. അതെ, എനിക്ക് ഇവിടെ ഇരുന്ന് പഠിക്കണതാ ഇഷ്ടം. അതെന്താ? ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഇച്ച ഉണ്ടാവുമല്ലോ. എൻ്റെ കൂടെ ഇരുന്ന് ഇച്ച എന്നെ പഠിപ്പിക്കുമല്ലോ. എന്നിട്ട് എവിടെ ഉണ്ണിക്കുട്ടൻ്റെ ഇച്ച? ഇച്ച അകത്തുണ്ട്, വായോ. ഇച്ചേ, എന്താ ഉണ്ണിക്കുട്ട? ഭാനുമ്മ, മോളെ ജാനി. എന്താ കുട്ടി, എന്തിനാ കരയണേ? സന്തോഷം കൊണ്ടാ? മോൾക്ക് സുഖല്ലേ? എനിക്ക് സുഖ ഭാനുമ്മേ. എനിക്കറിയാം മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന്. ഇത്രയും നാൾ കഴിഞ്ഞിട്ടും എനിക്കിപ്പോഴല്ലേ എൻ്റെ മോളെ ഒരു നോക്ക് കാണാൻ വരണത്. അങ്ങനെയൊന്നും ഇല്ല ഭാനുമ്മേ, എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഇത്രയും കാലം കഴിഞ്ഞിട്ട് എനിക്കിപ്പോഴാണ് എൻ്റെ മോളെ തേടി വരാൻ കഴിഞ്ഞത്. കൂടെ നിന്ന് ആശ്വസിപ്പിക്കേണ്ട സമയത്ത് എന്നെക്കൊണ്ടൊന്നും കഴിഞ്ഞില്ലല്ലോ. ഈ ഭാനുമ്മയോട് നീ ക്ഷമിക്കും മോളെ. അങ്ങനെയൊന്നും പറയല്ലേ ഭാനുമ്മേ. എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ അവസ്ഥ. ഇപ്പോഴെങ്കിലും എന്നെ തേടി വന്നില്ലേ, എനിക്കത് മാത്രം മതി.
വല്യമ്മേ, മുത്തശ്ശി പറയണ സത്യ. ഏട്ടത്തെ കാണാൻ ശരിക്കും ലക്ഷ്മി ദേവിയെ പോലെ തന്നെയുണ്ട്. അതിന് മീനൂട്ടി, നീ ഇതിനു മുമ്പ് ലക്ഷ്മി ദേവിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഇപ്പൊ കണ്ടല്ലോ. മോൾക്ക് ഞങ്ങളെ മനസ്സിലായോ? യമുനാമ്മയും മായപ്പച്ചയും. അപ്പൊ മറന്നിട്ടില്ല അല്ലേ? അപ്പൊ ഞാനോ? ഏട്ടത്തിക്ക് എന്നെ മനസ്സിലായില്ലേ? മീനു, മീനാക്ഷി. അയ്യോ, ദാ നോക്കപ്പച്ചി, ഏട്ടത്തിക്ക് എന്നെ മനസ്സിലായി. കണ്ടോ, എനിക്കറിയായിരുന്നു ആരെ മറന്നാലും ഏട്ടത്തി എന്നെ മറക്കില്ല എന്ന്. മോളെ, എന്താ ഭാനുമ്മേ? ഹരി ഞങ്ങളോടെല്ലാം പറഞ്ഞു. നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് സംസാരം ഉണ്ടായപ്പോൾ ഹരി പറഞ്ഞു ഉടനെ ഒന്നും വേണ്ട അത്രയെന്ന്. ശരിയാ, മോൾക്കും എല്ലാത്തിനും ഒരു സാവകാശം വേണം. അത് തന്നെയാണ് നല്ലത്. ബാക്കിയെല്ലാം ഈശ്വരൻ്റെ ഹിതപ്രകാരം നടക്കട്ടെ. ഞങ്ങൾക്ക് പൊന്നും പണം ഒന്നും വേണ്ട, മോളെ മാത്രം മതി. മോളെ വിഷമിക്കണ്ട, ഒന്നും എടുപിടിയെന്ന് ചെയ്യില്ല. മോൾക്ക് സമ്മതമുള്ളപ്പോൾ അപ്പോൾ മതി വിവാഹവും ജീവിതവും എല്ലാം. എന്താ കുട്ടി, ആകെ ഒരു വിഷമം? എന്താ ഒരു സന്തോഷമില്ലാത്തെ? അത് എനിക്ക് ജാനി, മോളുടെ വിഷമം എന്താന്ന് ഈ അമ്മയ്ക്ക് മനസ്സിലായി. ഉണ്ണിക്കുട്ടനെ ഓർത്തിട്ടല്ലേ? അതൊന്നും ഓർത്ത് മോളെ വിഷമിക്കണ്ട. നിങ്ങൾക്ക് ആരുമില്ലാത്ത വിഷമം ഇനി വേണ്ട. മോളെപ്പോലെ തന്നെയല്ലേ ഞങ്ങൾക്ക് ഉണ്ണിക്കുട്ടൻ. നിങ്ങൾക്കിനി ഞങ്ങളുണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ കാര്യങ്ങളിൽ ഇനി ഞങ്ങൾക്ക് കൂടി അവകാശമുണ്ട്. മോൾ എവിടെയാണോ ഉള്ളത് അവിടെ ഉണ്ണിക്കുട്ടനെ ഉണ്ടാവും. ഈ മഹിയേട്ടൻ എന്തൊരു ദുഷ്ടനാ. എത്ര ദിവസമായി ബാങ്കിൽ വന്നിട്ട് ഒന്ന് വിളിക്കുക കൂടി ചെയ്യില്ല. ഒന്ന് നേരിൽ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ? അല്ല, ഞാനെന്തിനാ ഇതൊക്കെ പറയണേ? എന്നെ ഇപ്പോൾ ഓർക്കണ പോലും ഉണ്ടാവില്ല. എല്ലാവരും വന്നപ്പോൾ എന്നെ മറന്നിട്ടുണ്ടാവും. അല്ല, അതിനിപ്പോൾ ഞാനാരാ? ഞാൻ ആരുമല്ലല്ലോ. ഞാനെന്തിനാ കൃഷ്ണ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഞാനെന്തിനാ മഹിയേട്ടനെ കുറിച്ച് ഓർക്കണേ? എനിക്കിതെന്താ പറ്റണേ എൻ്റെ കൃഷ്ണ? കവി, ദാ വരണോ അമ്മേ? എന്താ അമ്മ? മോളെ, ഈ പാലൊന്ന് പീടികയിൽ കൊണ്ട് കൊടുക്കുമോ? അമ്മയ്ക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാ. ഇന്ന് കറക്കാൻ ആൾ വന്നിട്ട് നേരത്തെ പോയി. അതുകൊണ്ട് കുറച്ച് പാലേ ഉള്ളൂ. നാളെ വരുമ്പോൾ കുറച്ച് അധികം തരാമെന്ന് പറയട്ടോ. ഞാനെങ്ങും പോവില്ല. ഇപ്പം തന്നെ സന്ധ്യ ആവാറായില്ലേ അമ്മേ? എനിക്ക് വയ്യ. അയ്യോ, അങ്ങനെ പറയല്ലേ. അമ്മയുടെ പൊന്നു മോളല്ലേ, ഇതൊന്ന് കൊണ്ട് കൊടുക്ക്. ദാ അച്ഛൻ ഇപ്പോൾ വരും. എന്നെ കണ്ടില്ലെങ്കിൽ അത് മതി. വരുമ്പോൾ കഴിക്കാൻ എടുത്ത് കൊടുക്കണ്ടേ? മാത്രമല്ല അത്താഴത്തിനുള്ളതൊന്നും ആയിട്ടില്ല. മോൾ ഒന്ന് കൊണ്ട് കൊടുക്കൂ. ഈ അമ്മ ഒന്ന് വെറുതെ ഇരുത്താൻ സമ്മതിക്കില്ല. എവിടെ പാല് വെച്ചിരിക്കണേ? ഉമ്മറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ശരി. യമുനാമ്മ സമ്മതിച്ചോ മീനു? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമ്മ സമ്മതിക്കൂന്ന്? അയ്യോ, അപ്പൊ എങ്ങനെയാ നമ്മൾ പോവാ? ആരോടും പറയാണ്ട് പോയാ വഴക്ക് പറയില്ലേ? അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. മുത്തശ്ശിയോട് ചോദിച്ചിട്ട് ഞാൻ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. വൈകും മുമ്പേ ഇങ്ങ് എത്തിയാൽ മാത്രം മതി. ആണോ? എങ്കിൽ നമുക്ക് പോവാം. ഈ അമ്മ ഇത്തിരി നേരം വെറുതെ ഇരുത്തില്ല. ഇനിയിപ്പോൾ പീടികയിൽ ചെന്നാൽ മതി. ആ ശങ്കരൻ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കും. ഇനിയാട്ടെ, ഞാൻ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ ഉടനെ അച്ഛനോട് പറയും ഞാൻ വന്ന് തറുതല പറഞ്ഞൂന്ന്.
പിന്നെ കാര്യം കുശാലായില്ലേ, എനിക്ക് കിട്ടും അച്ഛൻ്റെ കയ്യിൽ നിന്ന് 2 എൻ്റെ കൃഷ്ണ, ആ ശങ്കരൻ അവിടെ ഉണ്ടാവല്ലേ. കവി, ആ ദേവേട്ടൻ, ഏട്ടൻ ഇതെവിടേക്കാ? ഈ സമയത്തൊന്നും ഏട്ടൻ ഇവിടെയൊന്നും കാണാറില്ലല്ലോ. പോയതല്ല കവി, പോയിട്ട് വന്നതാ. എവിടെ? ആ തെക്കേലെ വാര്യരില്ലേ, ആൾക്കൊരു വയ്യാഴിക, അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നോക്കാൻ പോയതാ. അയ്യോ ദേവേട്ടാ, വാര്യർക്ക് എന്താ പറ്റിയേ? ഏയ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാ തവണയും ഉണ്ടാവണതാ. വാര്യർക്ക് ഹാർട്ടിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ, അതിനുശേഷം അധികം വെയിറ്റ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെവിടെ കേൾക്കാൻ, അടങ്ങിയിരിക്കാണ്ട് ജോലി ചെയ്തപ്പോൾ ഇടയ്ക്കുണ്ടാവണതാ. ഓ മീനു, ദാ നോക്ക്. ഹായ്, എന്ത് രസാ കാണാൻ, പല നിറത്തിലുള്ള താമരപ്പൂക്കള്. മീനു, എനിക്ക് പൊട്ടിച്ചതാ ആ താമരപ്പൂക്കള്. വേണ്ട വേണ്ട, പോവേണ്ട മീനു, കമലേച്ചി പറഞ്ഞിട്ടുള്ളതല്ലേ ഇവിടെയുള്ള കുളങ്ങൾക്കെല്ലാം നല്ല ആഴയുണ്ടെന്ന്. നീന്തൽ അറിയാത്ത ആരാണെങ്കിലും മുങ്ങിപ്പോവും. വേണ്ട മീനു. അത് നീന്തൽ അറിയാത്തവർക്കല്ലേ, എനിക്ക് നീന്തൽ അറിയാലോ. ദാ നോക്കിക്കോ, ഞാൻ പൂക്കളെ പൊട്ടിച്ചു തരാം. ഹായ്, വേഗം കൊണ്ടുവാ മീനു. മീനുടി, പേടിക്കണ്ട കേശു, ഞാൻ ഈ സൈഡിൽ നിന്ന് മാത്രമേ പൂക്കളെ പൊട്ടിക്കുള്ളൂ, കുളത്തിൽ ഇറങ്ങില്ല കേട്ടോ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, മീനുവിനെ ഒന്ന് രക്ഷിക്കണേ, ആരെങ്കിലും ഓടി വരണേ. അതാരാ? അയ്യോ ഏട്ടാ, ആർക്കും എന്തോ പറ്റിയിട്ടുണ്ട്, വാ ഏട്ടാ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ, മീനുവിനെ ഒന്ന് രക്ഷിക്കണേ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ എൻ്റെ കൃഷ്ണ, ദേവേട്ടാ, ആ കുട്ടി ഒന്ന് രക്ഷിക്കേ. ഏയ് ഹലോ, എടോ എണിക്ക്, എടോ ഹലോ. ഏയ് ഹലോ, എടോ എണിക്ക്, എടോ. ഹാവോ എൻ്റെ കൃഷ്ണ, നിനക്ക് നന്ദി. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ? കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ? ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ, സ്പന്ദനങ്ങളിൽ രാസചാരുത. മൂടൽ മഞ്ഞല നീർത്തിശയ്യകൾ, ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ. താൻ ഓക്കെ അല്ലേ? ആ അതെ, ഞാൻ ഓക്കെയാണ്. മീനു, ഞാൻ പറഞ്ഞതല്ലേ മീനു പോകണ്ടാന്ന്, ഞങ്ങൾ ഒരുപാട് പേടിച്ചു. ഏയ്, എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, പേടിക്കണ്ട കേട്ടോ. ഈ ഏട്ടനാ മീനുവിനെ രക്ഷിച്ചേ. അല്ല, നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത്? ഈ കുളത്തിന് നല്ല ആഴമുണ്ടെന്ന് അറിയില്ലേ? അറിയില്ലായിരുന്നു. പിന്നെന്തിനാ ഇവിടേക്ക് വന്നത്? അത് ഈ പൂക്കൾ പൊട്ടിക്കാൻ. പൂക്കൾ പൊട്ടിക്കാനോ? ഏതായാലും ഈ നാട്ടിലുള്ളവരല്ലെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഈ കുളത്തിൻ്റെ അടുത്ത് വരാൻ പോലും ധൈര്യം കാണിക്കില്ല.
അത് കുട്ടി, ഈ നാട്ടിലെ നല്ല ആഴമുള്ള കുളമായത്. നല്ലതുപോലെ നീന്തലറിയാവുന്നവർ മാത്രമേ ഇതിലിറങ്ങാറുള്ളൂ. എനിക്കറിയില്ലായിരുന്നു ചേച്ചി. സാരമില്ല, ഒന്നും പറ്റിയില്ലല്ലോ. ഇനി ഇത് ആവർത്തിക്കാതിരുന്നാൽ മതി. അല്ല, കുട്ടി എവിടെയുള്ളതാ? ഞാൻ ഇളമ്പടിയിലെ. ആ, ഇളമ്പടിയിലെ ആരാ? വിശ്വനാഥ വർമ്മയുടെ മകളാ. ഓ, അപ്പോൾ താൻ മഹിയുടെ സിസ്റ്ററാണോ? അതെ. അത് താൻ മീനാക്ഷിയല്ലേ? അതെ. എന്നെ എങ്ങനെ അറിയാം? പിന്നെ അറിയാതെ, തന്നെക്കുറിച്ച് മഹിയേട്ടനും ഹരിയും ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കാവേരി, ഹരിയുടെയും മഹിയേട്ടൻ്റെ ഒപ്പം ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാ. കുട്ടിയെക്കുറിച്ച് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണല്ലേ കാവേരി, എൻ്റെ ഏട്ടത്തി. കൊള്ളാം. വെറുതെ അല്ല മഹിയേട്ടൻ വീണ് പോയത്. ഏട്ടൻ്റെ സെലക്ഷൻ ഒട്ടും മോശമായിട്ടില്ല. കണ്ടിട്ട് പാവാൻ തോന്നുന്നു. മീനു, എന്താ ഏട്ടത്തി? അല്ല ചേച്ചി. മതി, നേരം സന്ധ്യയായി തുടങ്ങി. വൈകും മുമ്പ് ഈ കുട്ടികളെ കൂട്ടി പോവാൻ നോക്ക്. പോവാ. അതിനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടണേ? അതങ്ങ് പറഞ്ഞാൽ പോരെ. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടണേ? അതെ, ആകെ നനഞ്ഞില്ലേ കുട്ടി? ഇനിയും നനഞ്ഞാൽ പനി പിടിക്കും. നിങ്ങൾ പോവാൻ നോക്ക്. ശരി. ആ, നിൽക്ക്. ഏതായാലും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ. ദാ. താങ്ക് യു. കേശു, കല്ലു, വാ. മഹി, എന്താ അച്ഛാ? മോൻ തിരക്കിലായിരുന്നോ? ഏയ് അല്ല, ഞാൻ വെറുതെ ബാങ്കിലെ കണക്കുകൾ നോക്കുമായിരുന്നു. എന്താ അച്ഛാ? അത് മോനെ, ഞങ്ങൾ മോൻ്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. മഹി, മുത്തശ്ശി ഇന്നും പറഞ്ഞു ആ കുട്ടിയുടെ കാര്യം. ഞങ്ങൾ ഈ അടുത്ത ദിവസം തന്നെ മാധവേട്ടനെ കാണാൻ പോകുന്നുണ്ട്. ഹരിയുടെയും ജാനിമോളുടെയും കാര്യം സംസാരിക്കാൻ. അതിൻ്റെ ഒപ്പം തന്നെ കാവേരി മോളുടെ വീട്ടിലും കാര്യം പറയണം. അത് വല്യച്ഛ, അതുടനെ വേണോ? അതെന്താ? കാവേരിക്കറിയില്ല എനിക്ക് അയാളെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അത് സാരമില്ല, അതോർത്ത് നീ വിഷമിക്കണ്ട. നിനക്കിഷ്ടമല്ല ആ കുട്ടിയെ, അത് മാത്രം ഞങ്ങൾക്കറിഞ്ഞാൽ മതി. പിന്നെ ആ കുട്ടിയുടെ അഭിപ്രായം അത് ചോദിച്ചു തന്നെ അറിയണം. ഒരു വിവാഹാലോചനയായിട്ട് അവിടേക്ക് തന്നെ പോകണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിയുമ്പോൾ അവർക്കും സമ്മതമാണെങ്കിൽ ഹരിയുടെയും ജാനിമോളുടെയും ജാതകം നോക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങളുടെ കൂടി നോക്കണം. ഇത്രയും നാൾ നിൻ്റെ ഇഷ്ടം തുറന്നു പറയാഞ്ഞത് നന്നായി. ഒരു വിവാഹാലോചനയായിട്ട് ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും. ഞങ്ങൾ ഈ അടുത്ത ദിവസം തന്നെ പോകുന്നുണ്ട്. മോന് സമയമുള്ളപ്പോൾ പറഞ്ഞാൽ മതി. ശരി വല്യേച്ചാ. ജാനി, എന്താ ഹരിയേട്ടാ? എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. വെറുതെ ഒന്ന് കാണണമെന്ന് തോന്നി, അത്രമാത്രം. ഇന്ന് ബാങ്കിൽ പോകണ്ടേ?
ഏയ് ഇല്ല, കുറച്ച് നാൾ ലീവാ. തറവാട്ടിലെല്ലാവരും ഉള്ളപ്പോൾ ബാങ്കിൽ പോകാൻ തോന്നില്ല. പോയാൽ തന്നെ ഉടനെ തന്നെ തിരിച്ച് തറവാട്ടിലെത്താൻ തോന്നും. താനിന്ന് നേരത്തെയാണോ? അതെ ഹരിയേട്ടാ. ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടനെ ഓർത്ത് താൻ ആദ്യ പിടിക്കണ്ട. ആള് കേശുവിൻ്റെയും കല്ലുവിൻ്റെയും ഒപ്പം തന്നെയുണ്ട്. ഇത്രയും നാളും ആരും കൂട്ടിക്കളിക്കാനില്ല എന്ന് പറഞ്ഞുള്ള പരാതിയായിരുന്നു രണ്ടാൾക്കും. ഉണ്ണിക്കുട്ടൻ വന്നപ്പോൾ അവർക്ക് സന്തോഷമായി. താനിങ്ങനെ ടെൻഷൻ ആവാതടോ. ഉണ്ണിക്കുട്ടൻ അവിടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എല്ലാവരുടെയും ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും. താൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. മഹിയേട്ടൻ എവിടെ? ഏട്ടൻ തറവാട്ടിലുണ്ട്. ആ പിന്നെ ജാനി, ചില ഒളിച്ചുകളികൾക്ക് ഒരവസാനം ഉണ്ടാവാൻ പോവാട്ടോ. എന്താ? എന്തിനെ പറ്റി ഹരിയേട്ടൻ പറയണേ? എൻ്റെ ജാനി, തൻ്റെ കാവേരിയെ എൻ്റെ മഹിയേട്ടൻ ഒരുപാട് ഇഷ്ടമാണെന്ന്. എന്താ എന്താ പറഞ്ഞേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ആ, ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഏട്ടന് കാവേരിയോടുള്ള പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ഞാൻ പോലും ഞെട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ പിന്നെയല്ലേ മനസ്സിലായത് അത് പ്രണയത്തിൻ്റെ സിഗ്നലാണെന്ന്. അപ്പോൾ മഹിയേട്ടൻ ഇഷ്ടമാണെന്നുള്ളത് കാവേരിക്കറിയോ? ഏയ്, കാവേരിക്കറിയില്ല. പക്ഷേ കാവേരിക്ക് ഏട്ടനെ ഇഷ്ടമാണെന്നുള്ളത് ഏട്ടനറിയാം. സത്യമാണോ? പക്ഷേ മഹിയേട്ടൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. മഹിയേട്ടൻ മാത്രമല്ലടോ, രണ്ടാളും പറഞ്ഞിട്ടില്ല. പരസ്പരം ഇഷ്ടമാണെന്നുള്ളത് രണ്ടാൾക്കും അറിയില്ല. ആരെ അറിയിച്ചിട്ടുമില്ല. ഈ ഞാൻ പോലും ഏട്ടൻ്റെ പെരുമാറ്റം കണ്ടിട്ടാ ഒക്കെ മനസ്സിലാവണത്. ഏട്ടൻ കാവേരിയോട് പെരുമാറുന്നത് പോലെ മുമ്പ് ആരോടും ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏട്ടന് കാവേരി ഒരുപാട് ഇഷ്ടമാണെന്ന്. അപ്പോൾ ആരും അറിയാണ്ട് അവർ സ്നേഹിക്കായിരുന്നു അല്ലേ ഹരിയേട്ടാ? ആ സ്നേഹം സത്യമാടോ. ആ, താനിങ്ങ് വന്നേ. എന്താ എന്താ ഹരിയേട്ടാ? അതൊക്കെ പറയാം, താനിങ്ങ് വാ. ഏട്ടാ, ഇപ്പൊ ബസ് വരും. ആ, ബസ് എത്തട്ടെ. ബസ് പോയാലും ഞാൻ തന്നെ കൊണ്ടാക്കാം. താനിങ്ങ് വാ. എന്താ ഹരിയേട്ടാ? പറയാം. ഇനി അവിടെ ഒഴിഞ്ഞു കിടക്കണ്ട. അയ്യോ ഏട്ടാ, ബസ് വന്നു, ഞാൻ പോവാം. അല്ല, തനിക്കിഷ്ടമായോ? മറുപടി പറഞ്ഞില്ല. അത് വൈകുമ്പോൾ എന്നെ കൂട്ടാൻ വാ, അപ്പോൾ പറയാം മറുപടി.